എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പണം വെറുതെയിരുന്ന് തനിയെ വളരുന്നൊരു ലോകത്തെക്കുറിച്ച്? അല്ലെങ്കിൽ നമ്മൾ ദിവസവും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ശീലങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയൊരു അത്ഭുത ശക്തിയെക്കുറിച്ചാണ്. കൂട്ടുപലിശ അഥവാ കോമ്പൗണ്ടിംഗ്. ഇത് പണത്തിൽ മാത്രമല്ല, നമ്മുടെ അറിവിലും ആരോഗ്യത്തിലും, എന്തിന് നമ്മുടെ ബന്ധങ്ങളിൽ പോലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് എടുക്കാം. ജെയിംസ് ക്ലിയർ അദ്ദേഹത്തിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നു, ശീലങ്ങൾ സ്വയം മെച്ചപ്പെടുത്തലിന്റെ കൂട്ടുപലിശയാണെന്ന്. എന്താണ് അദ്ദേഹം ഇതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ഈ ചെറിയ കാര്യങ്ങൾ കാലക്രമേണ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളായി മാറുന്നത്? നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. അപ്പോൾ ഈ ശീലങ്ങളുടെ കാര്യം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം കോമ്പൗണ്ടിംഗ് എന്ന ആശയം എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കണം. അതിന്റെ ശക്തി ഏറ്റവും വ്യക്തമായി കാണാൻ കഴിയുന്നത് സാമ്പത്തിക ലോകത്താണ്. അതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. ഈ ഭാഗത്ത് നമ്മൾ രണ്ട് തരം വളർച്ചകളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഒന്ന്, സാധാരണ വളർച്ച. രണ്ട്, കൂട്ടുവളർച്ച. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് വെറും പണത്തിന്റെ കാര്യമല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തരം വളർച്ചയുടെയും അടിസ്ഥാന തത്വം ഇതിലുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിൽ സത്യം പറഞ്ഞാൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സാധാരണ പലിശയിൽ നിങ്ങൾ ആദ്യം മുടക്കിയ മുതലിന് മാത്രമേ പലിശ കിട്ടൂ. അതൊരു നേർരേഖയിലുള്ള വളർച്ചയാണ്. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അങ്ങനെയല്ല. അവിടെ നിങ്ങളുടെ മുതലിനും പലിശ കിട്ടും, കിട്ടിയ പലിശയ്ക്കും വീണ്ടും പലിശ കിട്ടും. കാലം പോകുന്തോറും വളർച്ചയുടെ വേഗത കൂടിക്കൂടി വരും. ഇതൊരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. ഇനിയിപ്പോൾ ഈ രണ്ടു തരം പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന് കാണിക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കിയാലോ? സങ്കൽപ്പിക്കുക, നിങ്ങൾ 10,000 രൂപ 50 വർഷത്തേക്ക് 5% പലിശയ്ക്ക് നിക്ഷേപിച്ചു. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. വരുന്ന ഫലം ഒരുപക്ഷെ നിങ്ങളെ ശരിക്കും ഞെട്ടിച്ചേക്കാം. നോക്കൂ, 50 വർഷം കഴിയുമ്പോൾ സാധാരണ പലിശ പ്രകാരം കയ്യിൽ കിട്ടുന്നത് $35,000. എന്നാൽ കൂട്ടുപലിശയിലോ അത് $1,14,000 മുകളിലാണ്. ഏകദേശം 3 ഇരട്ടിയിലധികം വ്യത്യാസം. ഇവിടെയാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക്. അത് വെറുതെ കൂട്ടുകയല്ല ചെയ്യുന്നത്, മറിച്ച് പെരുകയാണ്. അപ്പോൾ ഈയൊരു എക്സ്പോണൻഷ്യൽ വളർച്ചയെക്കുറിച്ച് നമുക്കെങ്ങനെ എളുപ്പത്തിലൊന്ന് കണക്കൂട്ടാൻ പറ്റും? അതിനൊരു കിഡിലൻ വഴിയുണ്ട്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റൂൾ ഓഫ് 72 എന്ന വളരെ ലളിതവും എന്നാൽ വളരെ ശക്തമായൊരു നിയമമാണ്. ഒരു നിക്ഷേപം ഇരട്ടിയാകാൻ ഏകദേശം എത്ര വർഷമെടുക്കുമെന്ന് വലിയ ഫോർമുലയൊന്നും ഉപയോഗിക്കാതെ ഒറ്റയടിക്ക് പറയാൻ കഴിഞ്ഞാലോ? കൊള്ളാമായിരുന്നല്ലേ? അതിനൊരു എളുപ്പവഴിയുണ്ട്. അതാണ് റൂൾ ഓഫ് 72. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ നിക്ഷേപം ഇരട്ടിയാകാൻ എടുക്കുന്ന ഏകദേശ വർഷങ്ങൾ കണ്ടുപിടിക്കാൻ 72 എന്ന സംഖ്യയെ പലിശ നിരക്ക് കൊണ്ട് ഹരിച്ചാൽ മതി. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 8% പലിശയാണ് കിട്ടുന്നതെങ്കിൽ 72 ഹരിക്കണം 8, അതായത് ഏകദേശം 9 വർഷം കൊണ്ട് നിങ്ങളുടെ പണം ഇരട്ടിയാകും. ഇതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് 1494 പോലും ഈ നിയമത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ ടേബിൾ നോക്കിയാൽ മതി, സംഭവം എത്ര കൃത്യമാണെന്ന് മനസ്സിലാക്കും. 8%, 9%, 10% പലിശ നിരക്കുകളിൽ റൂൾ ഓഫ് 72 ഉപയോഗിച്ചുള്ള കണക്കും യഥാർത്ഥത്തിൽ പണം ഇരട്ടിയാകാനെടുക്കുന്ന സമയവും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സാമ്പത്തിക കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച ടൂളാണിത്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ പണത്തിന്റെ കാര്യമാണ് സംസാരിച്ചത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതേ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ശീലങ്ങളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. സാമ്പത്തിക ലോകത്ത് നിന്ന് പഠിച്ച ഈ പാഠങ്ങൾ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് എങ്ങനെ ഉപയോഗിക്കാം? നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുമ്പോൾ അത് വീണ്ടും അതേ നിക്ഷേപത്തിൽ തന്നെ ചേർത്താൽ എന്തു സംഭവിക്കും? അത് നമ്മുടെ വളർച്ചയുടെ വേഗത കൂട്ടും. ഇതിനെയാണ് പുനർനിക്ഷേപം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കോമ്പൗണ്ട് ഗ്രോത്തിന് ഒരു ആക്സിലറേറ്റർ പോലെയാണ്, ഒരു ബൂസ്റ്റർ പോലെ. ഇതൊരു റിയൽ ലൈഫ് ഉദാഹരണമാണ്. നോക്കൂ, വെറും $7,700 നിക്ഷേപത്തിൽ നിന്ന് കിട്ടിയ ലാഭവിഹിതം പുനർനിക്ഷേപിച്ചപ്പോൾ 81% കൂടുതൽ അധിക വരുമാനം കിട്ടി. അതായത് കിട്ടിയ ലാഭം വീണ്ടും മുതൽ മുടക്കിയപ്പോൾ വളർച്ചയുടെ വേഗത അങ്ങ് കുതിച്ചുയർന്നു. ഇനി ഇതേ ആശയം നമ്മുടെ ശീലങ്ങളിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് നോക്കാം. ഇവിടെയാണ് ജെയിംസ് ക്ലിയറിന്റെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിലെ ആ പ്രധാനപ്പെട്ട ആശയം വരുന്നത്. അദ്ദേഹം പറയുന്നു, എല്ലാ ദിവസവും 1% മെച്ചപ്പെടാനുള്ള ഒരു സിസ്റ്റം നിർമ്മിക്കുക. സാമ്പത്തിക ലോകത്തെ പുനർനിക്ഷേപം പോലെ നമ്മുടെ ചെറിയ ചെറിയ മെച്ചപ്പെടുത്തലുകൾ കാലക്രമേണ അവിശ്വസനീയമായ മാറ്റങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ ഇതാണ് ഇതിലെ പ്രധാന പോയിന്റ്. നമ്മുടെ ജീവിതത്തിൽ മുതൽ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. പലിശ നിരക്കെന്താണ്? അത് നമ്മൾ ദിവസവും വരുത്തുന്ന ആ 1% മെച്ചപ്പെടുത്തലാണ്.
ഈ ചെറിയ മെച്ചപ്പെടുത്തലുകൾ തുടർച്ചയായി ചെയ്യുമ്പോഴാണ് കൂട്ടുവളർച്ച സംഭവിക്കുന്നത്. നമ്മുടെ ഓരോ നല്ല ശീലവും നമ്മളിൽ തന്നെ നടത്തുന്ന ഒരു പുനർനിക്ഷേപമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഈ ഒരു പേഴ്സണൽ കോമ്പൗണ്ടിംഗ് സാധ്യമാക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? കാരണം ആ സിസ്റ്റമാണ് നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. ജെയിംസ് ക്ലിയർ പറയുന്നത് പോലെ, നിങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് ഉയരുന്നില്ല, നിങ്ങളുടെ സിസ്റ്റങ്ങളിലേക്ക് താഴുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എന്നും കൊണ്ടുപോകുന്ന ചെറിയ ചിട്ടയായ ശീലങ്ങളില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. അതാണ് സിസ്റ്റത്തിന്റെ പവർ. അപ്പോ എന്താണ് ഈ സിസ്റ്റം? ഇത് വലിയ സങ്കീർണമായ ഒന്നുമല്ല, വളരെ പ്രാക്ടിക്കലായ ചില തന്ത്രങ്ങളാണ്. ഉദാഹരണത്തിന്, വളരെ ചെറിയ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ വരുത്തുക. നിങ്ങളുടെ ചുറ്റുപാടുകൾ നല്ല ശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കുക. ചീത്ത ശീലങ്ങൾ ഒഴിവാക്കാനും നല്ല ശീലങ്ങൾ തുടരാനും സഹായിക്കുന്ന വഴികൾ കണ്ടെത്തുക. ഇത്തരം ചെറിയ കാര്യങ്ങൾ ചേർന്നാണ് ഒരു ശക്തമായ സിസ്റ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടുവളർച്ച നൽകുന്ന ഏതൊരു ചെറിയ ആറ്റോമിക് ഹാബിറ്റ് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയും? അത് ചിലപ്പോൾ ദിവസവും 5 പേജ് വായിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നടക്കുന്നതാകാം. ഓർക്കുക, ഏറ്റവും ചെറിയ മാറ്റങ്ങൾക്കാണ് പലപ്പോഴും ഏറ്റവും വലിയ ഫലം തരാൻ കഴിയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്നിട്ട് ഇന്ന് തന്നെ തുടങ്ങൂ.